സിജോ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖച്ച. വീണ്ടും യൂത്ത് കഫേയിൽ സിജോയെ കാണാൻ സാധിച്ചത് ഒത്തിരി സന്തോഷം. എനിക്കും ഒരുപാട് പ്രത്യേകിച്ച് യൂത്തും ഒക്കെ ആയിട്ട് ഒത്തിരി ബന്ധപ്പെട്ട് നിൽക്കുന്നു. അതുപോലെ തന്നെ അതിൻ്റെ നേതൃത്വ നിരയിലൊക്കെ പ്രവർത്തിക്കുന്നതിലൊക്കെ ഒത്തിരി സന്തോഷമുണ്ട്. താങ്ക് യു. എനിക്ക് ഈ കുറച്ച് കാലങ്ങളായിട്ട് എപ്പോഴും നമ്മളെ അലട്ടിയ അല്ലെങ്കിൽ നമുക്ക് എപ്പോഴും ഇടയ്ക്കൊക്കെ ടെൻഷൻസ് ഒക്കെ തരുമല്ലോ, അങ്ങനെ തോന്നിയ ഒരു 2-3 ഇൻസിഡൻസ് ഒക്കെ ഉണ്ട്. പ്രത്യേകിച്ച് അത് നമുക്ക് എല്ലാവരുടെയും ജീവിതം എടുത്തു കഴിയുമ്പം കുറച്ചൊക്കെ ചില രോഗങ്ങൾ നമ്മളെ അല്ലേ അലട്ടും. ചിലപ്പോൾ നമ്മുടെ ഫ്രണ്ട്സിന്റെ ആയിരിക്കാം, ജീവിതവുമായിട്ട് ബന്ധുക്കളുടെയൊക്കെ ആയിരിക്കാം, നമുക്ക് അറിയാവുന്നവരുടെയൊക്കെ ആയിരിക്കാം. ഈ അടുത്ത നാളിൽ എൻ്റെ ഒരു ആൻറ്റിക്ക് ക്യാൻസർ ആയിരുന്നു. അപ്പം ക്യാൻസർ മൂലം മരിച്ചു ഒരു മാസം മുമ്പ്. ഞാനതിനെ വളരെ ആ ഒരു കാലഘട്ടത്തെ ആൻറ്റി എങ്ങനെ നേരിട്ടതെന്ന് ഞാനിങ്ങനെ അതിനെ ഒന്ന് പരിശോധിച്ച് നോക്കി. എനിക്ക് വളരെ സന്തോഷം തോന്നി. ഈ ആൻറ്റി മരിക്കുന്നതിന് മുമ്പ് ആൻറ്റിയിൽ നിന്നല്ല ഞാൻ അറിഞ്ഞത്, അത് ആൻറ്റി വിളിച്ച ആ ചേട്ടായിമാരും സുഹൃത്തുക്കളൊക്കെ എന്നോട് വിളിച്ചു പറഞ്ഞതാണ്. എൻ്റെ കസിൻസൊക്കെയാണ്. അവർ പറഞ്ഞു, ഈ ആൻറ്റി ഇങ്ങനെയും രോഗത്തിൻ്റെ വളരെ വേദനിപ്പിക്കുന്ന നിലയിലൊക്കെ കടന്നുപോയ സമയത്തൊക്കെ ഇടയ്ക്ക് ഇവരൊക്കെ ഫോൺ വിളിക്കും. വളരെ ബുദ്ധിമുട്ടിലൊക്കെയാണ് കിടന്നത്. ഫോൺ വിളിച്ചിട്ട് ആൻറ്റി ചെയ്തുകൊണ്ടിരുന്നൊരു കാര്യം, ഞാൻ എന്തെങ്കിലുമൊക്കെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം. അങ്ങനെ 2-3 പേര് എന്നോട് പറഞ്ഞു. എൻ്റെ ബന്ധുക്കൾ തന്നെയാണ്. ചെറിയ കാര്യമാണ്, പക്ഷേ ആൻറ്റി ആ ഒരു അവസാന നിമിഷങ്ങളിലും അതിനെ നമ്മൾ എങ്ങനെ ഹാൻഡിൽ ചെയ്തു എന്നുള്ള ഒരു പോയിന്റാണ് അതിൽ നിഴലിച്ച് നിൽക്കുന്നത്. അതിനെ എല്ലാം കൺഫ്രണ്ട് ചെയ്തുകൊണ്ട് കടന്നുപോയ ഒരാളായിട്ട് എനിക്ക് തോന്നി. ഇങ്ങനെ ഒത്തിരി പേര് കടന്നു പോകുന്നുണ്ട് ഈ രോഗത്തിന്റെ അവസ്ഥയിലൂടെയൊക്കെ. നമുക്ക് പറഞ്ഞു തീർക്കാനുള്ളതെല്ലാം പറഞ്ഞു തീർത്ത്, കേട്ടു തീർക്കാനുള്ളതെല്ലാം കേട്ടു തീർത്ത് കടന്നു പോകുന്ന കുറേ പേരെ. അതുപോലെ തന്നെ ഇപ്പം ഇതൊരു കോമൺ രോഗമായി മാറിയല്ലോ ക്യാൻസറൊക്കെ. എൻ്റെ ബാച്ചിലുള്ള ഒരു അച്ഛൻ, എൻ്റെ സഹോദര വൈദികനായ ജെയിംസ് എന്നാണ് അച്ഛൻ്റെ പേര്, ജെയിംസ് തെക്കഞ്ചേരിക്കുന്നേൽ. അച്ഛനും ഇതും ഇങ്ങനെ ഞങ്ങൾ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ ക്യാൻസറൊക്കെ ബാധിച്ച് അച്ഛൻ്റെ ലെഫ്റ്റ് കാല് മുറിച്ച് കളഞ്ഞാണ്. അങ്ങനെയൊക്കെയാണ് അച്ഛൻ പൗരോഹിത്യം സ്വീകരിച്ചതൊക്കെ അങ്ങനെ തന്നെയാണ്. ഇപ്പോഴും അച്ഛൻ വളരെ സന്തോഷവാനായിട്ട് ജോലി ചെയ്യുന്നുണ്ട്. ഈ കാലഘട്ടത്തിലും അച്ഛനും ഈ പറയുന്ന കൺഫ്രണ്ടേഷൻസ് ആണ്. ഒത്തിരി പേരോട് ഷെയർ ചെയ്യാൻ, ഒത്തിരി പേരെ കേൾക്കാൻ, പ്രത്യേകിച്ച് ഈ ഒരു രോഗത്തിലൊക്കെ ഉള്ളവരെയൊക്കെ ഒത്തിരി കേൾക്കാനൊക്കെ അച്ഛന് സാധിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഈ അതിജീവനം എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്, ഇതൊക്കെയാണോ ഈ തോന്നുന്നത്? മറ്റുള്ളവരെ കേൾക്കുക, മറ്റുള്ളവരോട് നമുക്ക് എന്തെങ്കിലുമൊക്കെ പറയുക. സിജോയ്ക്ക് എന്ത് തോന്നുന്നു? സിജോ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അല്ലെ എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ എന്താ ആദ്യം ചെയ്യുന്നത്? ആദ്യത്തെ ഓപ്ഷൻ എന്നാ? തീർച്ചയായിട്ടും വേറൊരു ഓപ്ഷൻ ഇല്ല, ഷെയറിങ് തന്നെയാണ്. ഇപ്പം എനിക്കുണ്ട് അങ്ങനെ ചില അടുത്ത സുഹൃത്തുക്കൾ. അത് കുറച്ച് പേരുണ്ടാവും, എല്ലാവരും സുഹൃത്തുക്കൾ തന്നെയാണ്, പക്ഷെ എല്ലാ കാര്യവും തുറന്നു പറയാൻ പറ്റുന്ന ചില സുഹൃത്തുക്കൾ. അപ്പം എന്നെയും ഇത്രയും കാര്യങ്ങൾ ഓടി നടക്കുന്ന തിരക്കുകൾക്കിടയിലും ഒക്കെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ എന്നെ അലട്ടാറുണ്ട്. അപ്പൊ അത്തരം സാഹചര്യത്തിൽ എനിക്ക് ആരോടെങ്കിലും തുറന്നു പറഞ്ഞില്ലെങ്കിൽ ഒരു വല്ലാത്ത ഒരു ഇതാ. അപ്പൊ ഞാൻ ആദ്യം വിളിക്കുന്ന ചിലരുണ്ട്. അപ്പൊ അവരെ ഞാൻ വിളിക്കും, എടാ ഇങ്ങനൊരു പ്രശ്നമുണ്ട്, ഞാൻ ഇങ്ങനെ പറയും. അപ്പൊ അതിനകത്തുള്ളൊരു സംഭവം എന്ന് പറയാം, ഞാൻ പറയുന്നത് മുഴുവൻ കേൾക്കും. അതിനിപ്പോ ഞാൻ എന്തൊക്കെ പറഞ്ഞാലും ചിലപ്പോൾ അവർ ഭയങ്കര തിരക്കിലായിരിക്കും ഞാൻ വിളിക്കുമ്പോൾ, എന്നാൽ ഇത് കേട്ടോണ്ട് വെക്കും. അത് അവര് ശീലായി. അപ്പൊ ഞാൻ അങ്ങനെ വിളിക്കുന്ന 3-4 പേരുണ്ട്. അതുപോലെ തന്നെ അവരും നമുക്കൊരു ആശ്വാസമല്ലേ? തീർച്ചയായും എനിക്കറിയാം അവരെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് എനിക്കറിയാം. അവരെ കൊണ്ട് ചെയ്ത് തീർക്കാൻ പറ്റുന്ന പ്രശ്നമല്ല. പക്ഷെ ഞാനത് പറഞ്ഞു കഴിയുമ്പോൾ റിലാക്സ്ഡ് ആയി. പിന്നെ എന്റെ മനസ്സിൽ നിന്ന് എന്തൊക്കെയോ പുറത്തേക്ക് പോയതായിട്ടുള്ള തോന്നല. പിന്നെ അവര് പറയും, കുഴപ്പമില്ല, നമുക്ക് ശരിയാക്കാം. അത്രയും കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ഒരു വല്ലാത്തൊരു ആശ്വാസം, ശാന്തമാണ്. അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ നമുക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ? ആൾക്കാർ നമ്മൾ ഇപ്പൊ ഞങ്ങളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി പേരെ കേൾക്കാനൊക്കെ പറ്റുന്നുണ്ട്, ശ്രമിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾ ഈ ഒരു യുവാക്കളെ സംബന്ധിച്ചിടത്തോളം എന്തുമാത്രം കേൾക്കാൻ പറ്റുന്നുണ്ട്? പ്രത്യേകിച്ച് നിങ്ങളുടെ മാതാപിതാക്കളെ, നിങ്ങളുടെ ജീവിത ബന്ധുക്കളെ. നമ്മള് ശരിക്കും അതൊരു നല്ല ചോദ്യമാണ്. അപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ എന്നോട് ഒരുപാട് കാര്യങ്ങൾ പറയുന്ന ആൾക്കാരുണ്ട്. അത് ബുദ്ധിമുട്ടുകൾ പറയാറുണ്ട്. അവർ ചെറിയ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ വരെ വന്നു പറയും. ഇപ്പം വലിയ എന്തെങ്കിലുമൊക്കെ തിരക്കിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും പറയാണ്ട് അതൊരു കുഞ്ഞു കാര്യം വന്ന് പറയും. അവരെ സംബന്ധിച്ചിടത്തോളം അത് വലിയ കാര്യമാണ്, എന്നെ സംബന്ധിച്ചിടത്തോളം അത് കുഞ്ഞു കാര്യമായിരിക്കും. അപ്പം എന്നാലും ഞാനത് കേൾക്കാൻ ശ്രമിക്കാറുണ്ട്, അവർ പറയുന്നത് കേൾക്കാറുണ്ട്. അപ്പൊ അത് കേൾവി എന്ന് പറയുന്നത് യുവജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യമാണ്. ഇപ്പൊ ഞാൻ അച്ഛനോട് പറയുമ്പോൾ അച്ഛൻ ഞാൻ പറയുന്ന കാര്യങ്ങൾ അച്ഛൻ കേൾക്കുന്നുണ്ട് എന്നൊരു തോന്നൽ വന്നു കഴിഞ്ഞൊരു തോന്നലാണ്. അപ്പം അങ്ങനെ കുടുംബങ്ങളിലും പറയണം. അങ്ങനെ കുടുംബങ്ങളിൽ തുറന്നു പറച്ചിൽ നടക്കാത്തത് കൊണ്ടാണ് ഇന്ന് പല പ്രശ്നങ്ങൾക്കും കാരണം. തുറന്നു പറച്ചിലുകൾക്ക് വലിയൊരു സ്ഥാനമുണ്ട്. ഇപ്പം പല പ്രശ്നങ്ങള്, പല
അവിചാരിതമായിട്ടുള്ള തെരഞ്ഞെടുപ്പുകൾ, പല പ്രശ്നങ്ങളും കുടുംബ ബന്ധങ്ങളും വിള്ളലുകൾ ഉണ്ടാകുന്നത് ഈ തുറന്നു പറച്ചിലില്ല. ആ മകളെ അല്ലെങ്കിൽ മകനെ കേൾക്കാൻ ചിലപ്പോൾ മാതാപിതാക്കൾക്ക് സമയം കിട്ടാറില്ല. ഈ അടുത്ത നാളിൽ ഇത് പറഞ്ഞപ്പോൾ ഒരു സംഭവം ഓർക്കുകയാണ്. ഇപ്പൊ നമ്മുടെ അടുത്തുള്ള ഒരു സുഹൃത്തിന്റെ വീട്ടിൽ സംഭവിച്ചൊരു കാര്യം. ഒത്തിരി കഷ്ടപ്പാടിലൂടെയൊക്കെ കടന്ന ഒരു കുടുംബം, ഒത്തിരി അസ്വസ്ഥതകളിലൂടെയൊക്കെ കടന്നു പോയിട്ട് അതൊരു നല്ലൊരു മാർഗത്തിലൂടെ തിരിച്ചു വന്നിട്ട്, പ്രത്യേകിച്ച് ഒരു മദ്യപാനിയായ ഒരു അപ്പനൊക്കെ ഒത്തിരി കഷ്ടപ്പാടിലൂടെയൊക്കെ വളർത്തിയെടുത്താണ്. 2 പെൺകുട്ടികളാണ്, ഒരു ആൺകുട്ടിയൊക്കെ. പക്ഷേ ഇത്രമാത്രം കഷ്ടപ്പാടുകളിലും അതിജീവനത്തിലൂടെയൊക്കെ ഇവർ കടന്നു പോയിട്ടുള്ളതെല്ലാം മറന്നു പോയിക്കൊണ്ട് ഈ പെങ്കൊച്ച് ഇറങ്ങിപ്പോയി വീട്ടിൽ നിന്ന് വേറൊരാളുടെ കൂടെ. അപ്പം ഞാൻ പറഞ്ഞില്ലേ, അത് വ്യക്തമായിട്ടുള്ള പറച്ചിലുകള്, കേൾവി ഒരു പ്രശ്നമാണ് ഞാൻ സൂചിപ്പിച്ചത്. എവിടെയോ ഒരു വിള്ളലുണ്ടായിട്ടുണ്ട്. അപ്പം ഇങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട് നമ്മുടെ സമൂഹത്തിൽ. അത് അച്ഛൻ പറയുന്നത് അത് ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്ന, മറ്റുള്ള ആളോട് ഇറങ്ങി പോകുന്നത് ചെറിയ സംഭവം അറിയിക്കുക. പണ്ടൊക്കെ വലിയ സംഭവം ഒരാൾ പോയി കഴിഞ്ഞാൽ, ഇന്നിപ്പോ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുക. അവിടെ ഇത് സംഭവിക്കുന്നത് ഈ വിള്ളലുകൾ എന്ന് പറഞ്ഞാൽ ഈ കേൾവി കുറവാണ്. ഇപ്പം അവള് ചിലപ്പം പറയാൻ വേണ്ടി തുനിഞ്ഞിരിക്കാം, അപ്പനോടോ അമ്മയോടോ അത് ഇങ്ങനെ ഒരു ബന്ധമുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രശ്നം എന്ന് പറയാൻ തുനിഞ്ഞ അവസ്ഥ ഉണ്ടാവാം. അവളുടെ ഭാഗം കേട്ടു നോക്കണം. അപ്പോൾ ഇവര് ചിലപ്പോൾ സമയം കണ്ടെത്തിയിട്ടുണ്ടാവില്ല. എനിക്ക് തോന്നുന്നത് ഈശോ കാണിച്ച ഒരു വലിയ വഴിയുണ്ട്. പ്രത്യേകിച്ച് ഈശോ ചെയ്തത് എന്താണ്? കുറെ പേരെ കേട്ടു, കുറച്ച് പേരോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. കൂടുതലും എന്താ ചെയ്തത്? കേൾക്കുക ചെയ്തത്. ഒത്തിരി പേരെ ഇങ്ങനെ കാമായിട്ടിരുന്ന് കേട്ടു. കടൽ തീരത്തും അല്ലെ മലമേളിലൊക്കെ പോയിരുന്ന് കേട്ടു. നമ്മൾ ഈ ഒരു ലൈൻ എടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. യുവജനങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അവരുടെ മനസ്സിലൊക്കെ സങ്കീർണമായ പ്രശ്നങ്ങളുണ്ട്. അവരോടൊന്ന് ചെറുതായിട്ട് അച്ഛനൊന്ന് തുടങ്ങി സംസാരിച്ച് നോക്കൂ. വലിയ കടൽ തന്നെയാണ് അവരുടെ മനസ്സിലുള്ളത്. അവർക്കൊരു വലിയ ആശ്വാസമാണ്. നമ്മുടെ യുവജനങ്ങൾ എവിടെയെങ്കിലും വഴിതെറ്റി പോവുകയാണ് അല്ലെങ്കിൽ കൂട്ടം തെറ്റി പോകുന്ന ഒരാളാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് ഓർത്തോളൂ, അവന്റെ മനസ്സ് കടലാണ്. അവന്റെ മനസ്സ് സങ്കീർണമായ കടലാണ്, ഇളകി മറിയുകയാണ്. ഒന്ന് കേൾക്കാനും അവനൊന്ന് ചേർത്ത് പിടിക്കാനും നമുക്ക് പറ്റിയാൽ കൂടെ ഇങ്ങ് പോരും. റസിജോ പറഞ്ഞത് തന്നെ ഞാനും റിപ്പീറ്റ് ചെയ്യുകയാണ് അല്ലെ. ചേർത്ത് പിടിക്കാനും കൂടെ നടക്കാനും കേൾക്കാനും ഒക്കെ പറ്റട്ടെ. അതിനുള്ള അല്ലെ ആ ഒരു തുറവി നമ്മുടെ ഹൃദയങ്ങൾക്കുണ്ടാവണം. വീണ്ടും കാണാം. നന്ദി.